അപ്കമിങ് ബ്രൈഡ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ വെഡിങ്ങിന് മുന്നേ ഒരിക്കലും ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഹെയറിൽ ചെയ്യരുത്. അത് ചെയ്തിട്ട് വരുന്ന ബ്രൈഡ്സിന് കുറച്ച് പണികൾ കിട്ടാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അഥവാ സ്മൂത്തനിങ്, ബോട്ടോക്സ്, കെരാറ്റിൻ അങ്ങനത്തെ കുറച്ച് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. അത് നിങ്ങൾ വെഡിങ്ങിന് മുന്നേ ചെയ്തിട്ട് വരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ക്രിമ്പിങ് മസ്റ്റാണ്. അപ്പൊ ആ ക്രിമ്പിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത ആ ടെക്സ്ചർ എല്ലാം മാറിപ്പോകും. അപ്പോൾ ചെയ്ത് വെറുതെ ആവില്ലേ, ക്യാഷ് വെറുതെ പോകില്ലേ? അതാണ് പറഞ്ഞത്. വെഡിങ്ങിന് മുന്നേ ഒരിക്കലും കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യരുത്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്ത് വന്നാലും നമുക്ക് ഒരിക്കലും ഹെയർ സ്റ്റൈലിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഹെയർ സ്റ്റൈലിംഗ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ബ്രൈഡ്സിന്റെ ഭാഗത്തു നിന്ന് കൂടി കുറച്ച് സപ്പോർട്ട് നമുക്ക് വേണം. എന്താന്ന് വെച്ചാൽ, ചില പിള്ളേരോട് നമ്മൾ പറഞ്ഞു വിടും, ഹെയർ വാഷ് നല്ലോണം ഹെയർ വാഷ് ചെയ്ത് 100% ഓയിൽ ഫ്രീ ആക്കി വെച്ച് ഹെയർ വാഷ് ചെയ്ത് വരാൻ പറഞ്ഞു വിടും. അതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി പറയും. എന്താ പറയുക, ഒരു കാരണവശാലും കണ്ടീഷണർ അപ്ലൈ ചെയ്യരുത്. പക്ഷെ ചില പിള്ളേര് എത്ര പറഞ്ഞാലും കേൾക്കാണ്ട് അവരതിന്റെ കൂടെ കണ്ടീഷണറും അപ്ലൈ ചെയ്ത് ഹെയർ നല്ല സ്മൂത്തി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹെയർ സ്റ്റൈലിംഗ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഷാമ്പു വാഷ് ചെയ്തിട്ട് ഒരു കാരണവശാലും കണ്ടീഷണർ അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. നമുക്ക് പുതിയ വീഡിയോ കാണാം. ബൈ.